നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ദിലീപ് ഫാൻസ് അസോസിയേഷൻ ചെയർമാൻ റിയാസ് ആണ്. റിയാസിനെ കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം പരിചയമുണ്ടാവും. കാരണം പൾസർ സുനി എന്ന പേരിൽ ആദ്യം കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് റിയാസുമായുള്ള ദിലീപിന്റെ പടമാണ്. ഏതായാലും ഈ കേസിന്റെ നാൾവഴികളിൽ എല്ലാ ഘട്ടത്തിലും ദിലീപിന് വേണ്ടി ദിലീപ് അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരാളും ആ കേസിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, ഏകദേശം നന്നായി അറിയുന്ന ഒരാളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിയാസിന് ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. റിയാസ്, നമസ്കാരം. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. വലിയ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലുമൊക്കെ വലിയ ജനവികാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഘട്ടത്തിലൂടെ നടക്കുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ റിയാസിന് പറയാനുള്ളത്? ആദ്യം തന്നെ കേരള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവര് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് ആ പൾസർ സുനിക്കൊപ്പം ദിലീപേട്ടൻ എന്ന് പറയുന്ന ഫോട്ടോ പ്രചരിപ്പിച്ചത് എൻ്റെ ഫോട്ടോയാണ്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആ ഫോട്ടോയാണ് ഈ ഓൺലൈൻ മീഡിയകൾ എടുത്ത് പൾസർ സുനിക്കൊപ്പം ദിലീപ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. അത് മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ പത്രാധിപർ അത് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ എടുത്ത് അദ്ദേഹത്തിനെ വിളിക്കുകയും ഞാൻ പറഞ്ഞു, സാർ, ഈ താങ്കളിപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് പൾസർ സുനി ദിലീപിനൊപ്പം എന്നുള്ള ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നത് എൻ്റെ ഫോട്ടോ ആണ്, ദയവ് ചെയ്ത് അത് ഫോട്ടോ മാറ്റണം. അപ്പോൾ അയാൾ കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞു. അത് പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് എനിക്കുണ്ടായ ഒരു മാനസിക സംഘർഷമുണ്ട്. കാരണം അന്ന് പൾസർ സുനി അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാനന്ന് ശരിക്കും ആലപ്പുഴ ഒരു മീറ്റിങ്ങിന് പോയിട്ട് വരുന്ന ദിവസമാണ്. രാത്രിയാണ് എനിക്ക് ബസ്. അപ്പോൾ എൻ്റെ ഫോട്ടോ പ്രചരിപ്പിക്കുമ്പോൾ ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ഞാനാണ് പൾസർ സുനി എന്ന് പറഞ്ഞ് എന്നെ ആക്രമിക്കും എന്നുള്ള ഒരു ഇതൊക്കെ മനോവിഷമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്തോ ദൈവം സഹായിച്ച് അന്ന് അത് സംഭവിച്ചില്ല. വ്യാപകമായിട്ട്, അതായത് ഇന്ന് നമുക്കറിയാം വൈറസ് പോലെയായിരുന്നു അന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ വാട്സപ്പ്, മെസ്സേജ്, ഫേസ്ബുക്ക് എല്ലാ ഗ്രൂപ്പിൽ ഇങ്ങനെ വ്യാപകമായിട്ട് ഇത് പ്രചരിക്കുകയുണ്ടായി. അപ്പം എൻ്റെ പല സുഹൃത്തുക്കളും വിദേശത്തുള്ളവരും എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ കളിക്കൂട്ടുകാരെല്ലാം എന്നെ വിളിച്ചു പറയടാ, നിൻ്റെ ഫോട്ടോ ആണല്ലോ ഇത് ഇങ്ങനെ പൾസർ സുനി എന്ന് പറഞ്ഞ് പ്രചരിക്കുന്നത്. പക്ഷേ എന്നെ അറിയാവുന്നവർക്കറിയാം ഇത് ദിലീപും ഞാനുമാണെന്നുള്ളത്. പക്ഷേ ഇത് അറിയാത്ത ആൾക്കാർ ഉറപ്പായിട്ടും അത് പൾസർ സുനിയാണ് എന്ന് വിശ്വസിച്ച് നല്ലൊരു വിഭാഗം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കേസിൻ്റെ നാൾവഴികൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഫോട്ടോ വന്നത് ഞാൻ ശരിക്കും സൈബർ സെല്ല് അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ആരാണ് ഫസ്റ്റ് ഷെയർ ചെയ്തത്, പിന്നെ അത് പോസ്റ്റ് ചെയ്താലും അതെല്ലാം വെച്ചിട്ട് ഞാൻ സൈബർ സെല്ല് തിരുവനന്തപുരത്ത് ഒരു നടപടി പോലും. ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇതുപോലെ പല ഇപ്പോൾ ഭാരത് ലൈവിനെയും പ്രതിയാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു, ഒരു വാർത്ത കൊടുത്തതിന്റെ പേര്. അപ്പൊ ഇങ്ങനെ വന്ന പരാതികളൊന്നും ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. അത് തന്നെ ഒരു ഗൂഢാലോചന സംശയിക്കത്തക്കതല്ലേ? ശരിക്കും, കാരണം അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഈ കേസ് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത് 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഇതിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറയുകയും പൾസർ സുനി ഒരു കത്തെഴുതി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പുള്ളിയുടെ പേര്. അതിനു മുമ്പേ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവരൊരു പൊതുബോധം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് പൾസർ സുനിയുടെ കത്ത് പുറത്ത് വരുന്നത്. ഇപ്പം ഞാനൊരു ക്രൈം ചെയ്തിട്ട് നാളെ എനിക്ക് വൈരാഗ്യമുള്ള ഒരാളുടെ പേരെഴുതി ഞാൻ വിട്ട് അയാൾ എങ്ങനെയാണ് ഇതിൽ പ്രതിയാകുന്നത്? മാത്രവുമല്ല, ഈ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പോലീസിൻ്റെ ഒരു അന്വേഷണം ഉണ്ടാവുമല്ലോ. ആ അന്വേഷണം എന്തായിരുന്നു? അത് പൊതുസമൂഹത്തിന് അറിയില്ലല്ലോ. പൾസർ സുനി ഒരു കത്തെഴുതി ദിലീപിൻ്റെ പേരെഴുതി എന്ന് പറഞ്ഞ് പോയി. അതും വിശ്വാസയോഗ്യമായിട്ടുള്ള ഇതല്ല എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാവുകയും പുള്ളിയെ അറസ്റ്റ് ചെയ്യുകയും കൊണ്ട് ഇങ്ങനെ നടന്ന് എനിക്ക് തോന്നുന്നു ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ പ്രതിയാക്കിയതിന് ശേഷം തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോലീസ് നെട്ടോട്ട് ഓടുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കേസിൽ കണ്ടത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഗോവിന്ദച്ചാമിയെക്കാട്ടിൽ മോശമായി കേരളത്തിലെ പൊതുസമൂഹം ദിലീപിനെ കുറിച്ചുള്ള അപസർപ്പ കഥകൾ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനലിരുന്ന ഒരാൾ പറയുന്ന കേട്ടു 2-3 ഇതിനിടയിലൊക്കെ നടന്ന ദുരൂഹമരണം എല്ലാം ദുരൂഹമരണം, അത് യഥാർത്ഥത്തിൽ ചിലത് ദുരൂഹമരണം പോലുമല്ല, അതെല്ലാം ദിലീപിന്റെ തലയിലേക്ക് വെക്കുന്ന രീതിയിൽ ഒരു പൊതുബോധ നിർമ്മിതി ഉണ്ടാക്കുന്നുണ്ട്. സത്യത്തിൽ ദിലീപ് പറഞ്ഞ ഒരു കാര്യം സത്യമല്ലേ? ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമല്ലേ? 100% ഉറപ്പാണ്. കാരണം നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട കോടതിയിലാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും സത്യം അല്ലെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്തില്ലേ എന്ന് തെളിയേണ്ടത് കോടതികളിലാണ്. അപ്പൊ ആ കോടതി ഒരു വിധി പുറപ്പെടുവിച്ചതിന് ശേഷം പലരുടെയും ഇപ്പോഴത്തെ ഒരു അറ്റാക്ക് കാണുമ്പോൾ 100% വിശ്വസിക്കുന്നു അവരും ഈ ഗൂഢാലോചനയിൽ ഭാഗമാണോ എന്ന്. കാരണം തന്നെ കറങ്ങി നിൽക്കണം എന്ന് അവർക്കൊരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും അതാണ് ദിലീപിനെ
മൊത്തത്തിൽ തീർക്കണം. അതായത് സിനിമയിൽ വരരുത്, സിനിമാ സംഘടനകളിൽ വരരുത്, ദിലീപ് കുറ്റവിമുക്തനായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കരുത്. ഇനിയിപ്പോൾ സാധാരണഗതിയിൽ ഒരു വിധിന്യായം വന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഹയർ കോടതികളിലേക്ക് പോവുകയാണ് പതിവ്. ഇത് ജനങ്ങളെല്ലാവരും തെരുവിൽ ഇറങ്ങണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ചിലരെ കണ്ടു. അവരെ കാണുമ്പോൾ അവരൊക്കെ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സ്വാഭാവികമായി മനുഷ്യർക്ക് തോന്നില്ലേ? ഉറപ്പായിട്ടും അത് അത്രയും അവരുടെ ശരീരഭാഷ കാണുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ കാണുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കാരണം ബഹുമാനപ്പെട്ട ജഡ്ജി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥ എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അവരുടെ ഒരു വിധിന്യായത്തിൽ പോലും ഇത്രയും അറ്റാക്കിങ് മീഡിയ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു അറ്റാക്ക് ചെയ്ത് പുള്ളിയെ മോശക്കാരനാക്കി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത് കൊണ്ടുവരിക, പുള്ളിക്കെതിരെ കൂടെ ഗൂഢാലോചനയുടെ ഭാഗമാക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ്. ഞാൻ ഈ കേസിൽ ദിലീപിന്റെ ഒരു അനുകൂലി എന്ന രീതിക്ക് അപ്പുറത്തേക്ക് ജുഡീഷ്യറിയെ ഏതാണ്ട് ഒരു 7 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ജഡ്ജാണ് അതിജീവിതം എന്ന് തോന്നുന്നു. കാരണം ഒരു 6-7 വർഷമായിട്ട് സ്വന്തമായി ഉണ്ടാക്കിയ അവരുടെ ക്രെഡിബിലിറ്റി, അവരുടെ ഒരു ജുഡീഷ്യൽ ഓഫീസർ എന്ന രീതിയിലുള്ള അവരുടെ ഒരു പ്രവർത്തനം, ഈ പ്രവർത്തന മികവിനെ എല്ലാം ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു ദിവസം രാവിലെ വന്ന് അന്ന് മുതൽ ഇന്ന് വരെ വിചാരണ നടക്കുമ്പോൾ അതിന് മുമ്പ് ഒക്കെ ഈ ജഡ്ജിയെ സംശയങ്ങളിൽ നിർത്തുന്നു. എന്നാൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒക്കെ ഈ ജഡ്ജിയോട് ഒരു പ്രശ്നമില്ല. 2 തവണ എനിക്ക് തോന്നുന്നു 2 തവണ ഈ ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യമായി അതിജീവിത ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയിട്ടുണ്ട്. 2 തവണയും അത് അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഈ എവിടെ നിന്നായിരിക്കും യഥാർത്ഥത്തിൽ ഈ ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന വന്നതെന്നാണ് റിയാസ് സംശയിക്കുന്നത്. ഇത് ശരിക്കും പുള്ളിയുടെ ശത്രുക്കൾ എന്തായാലും സിനിമാ മേഖലയാണ്. പുള്ളി വളരെ സാധാരണ ഫാമിലിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മിമിക്രി എന്ന് പറയുന്ന കലാരൂപത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് വലിയ വലിയ ഉന്നതിയിലെത്തിയ മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൽ ശത്രുക്കളുണ്ടാവും. ആ ശത്രുക്കൾക്ക് ഇതൊരു ഇതാണ് എന്ന് വിചാരിച്ചു ഈ ഒരു കേസ് അതിന് അവർക്ക് ഒരു ഗൂഢാലോചന ഉണ്ടാക്കി പുള്ളി ഇതിലോട്ട് കണക്ട് ചെയ്യാം. കാരണം ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം ഏതെങ്കിലും രീതിയിൽ. പക്ഷെ അതിനെ മുതലെടുത്തുകൊണ്ട് ശരിക്കും ആ ഇരയെ ഇവര് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇരയ്ക്ക് നീതി കിട്ടുക എന്നുള്ളതല്ല, ദിലീപിനെ ഇതിൽ കുറ്റക്കാരനാക്കി അദ്ദേഹത്തിന്റെ തടവറയ്ക്കുള്ളിൽ അടച്ചിടുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മളൊന്ന് നോക്കിയാൽ മതി. അതായത് ഈ അതിജീവിത ആദ്യം വനിതാ ജഡ്ജി വേണമെന്ന് പറഞ്ഞു പോയി, അത് കോടതി സമ്മതിച്ചു. അടച്ചിട്ട മുറികളിൽ വേണമെന്ന് പറഞ്ഞു, അത് സമ്മതിച്ചു. ഈ അതിജീവിത പോയ 100% കാര്യങ്ങളും അംഗീകരിച്ച കോടതിയാണ് ഈ വിചാരണ കോടതി. മറ്റാർക്കും ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് അതിജീവിതകൾ കേരളത്തിലുണ്ട്. പക്ഷെ മറ്റാർക്കും ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങൾ കിട്ടിയ ഒരാളാണ്. അതല്ലേ അതിന്റെ സത്യം ശരിയാണ്. കാരണം നമ്മൾ ഒരു ലോകത്ത് ഞാനായാൽ പോലും എനിക്കെതിരെ ഒരു ഓൺലൈൻ മീഡിയകളിലായാലും മാധ്യമങ്ങളിലായാലും ഇത്രയും അറ്റാക്കിങ് നടക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതികരിക്കും. ഞാൻ ഈ കേസിൽ പ്രതിയാണെങ്കിൽ പോലും പ്രതികരിക്കും. പക്ഷെ ഈ മനുഷ്യൻ വളരെ സമാധാനത്തോടെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെ മാനിച്ചുകൊണ്ട് ഇത്രയും സൗമ്യമായിട്ട് ഈ കേസിനെ വിധിന്യായങ്ങളിൽ നിന്ന് ആ കോടതി വിധി പുറപ്പെടുവിപ്പിച്ചുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു കാര്യം പൊതുസമൂഹത്തിന് മുമ്പ് പറഞ്ഞപ്പോൾ ഇവിടുത്തെ മീഡിയകളെല്ലാം കൂടെ ഇത്രയും അറ്റാക്കിങ്, അതിനൊപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിൽ നിന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പല ആൾക്കാരും വന്ന് ദിലീപിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുകയാണ്. ശരിക്കും ഇതിൽ ഈ 1 മുതൽ 7 വരെ 6 വരെയുള്ള പ്രതികളെ വെറുതെ വിട്ടിട്ട് ദിലീപിനെ ശിക്ഷിച്ചാൽ ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. അവരുടെ ഉദ്ദേശം അതായിരുന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഇവിടെ മാധ്യമങ്ങൾ നടത്തുന്നതും പോലീസ് അവരുടെ ഭാഗത്തിനനുസരിച്ച് അവർ തെളിവുകൾ എന്ന് പറഞ്ഞ് എഴുതി പിടിപ്പിക്കുന്നതല്ല നമ്മൾ അംഗീകരിക്കേണ്ടത്. എന്ത് വേണം, ഇപ്പൊ നമ്മളൊരു മാധ്യമം ഒരു സെറ്റ് ചെയ്ത ഇവിടെ പിന്നെ ആർക്കാണ് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം വരുന്നത്? കോടതികളിൽ നമുക്ക് വിശ്വാസം ഉള്ളത് തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനാണ്. നമ്മൾ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കോടതിയിലേ പറയാൻ പറ്റുള്ളൂ. പോലീസിന് FIRൽ എന്തും എഴുതി പിടിപ്പിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോലീസിൽ തന്നെ എന്തുമാത്രം ക്രിമിനൽ ഉദ്യോഗസ്ഥരുണ്ട് അല്ലേ? ഈ കേസിൽ ഒരു ചാനലിന് ഒരു അമിത താല്പര്യമുണ്ട്. അതെന്തുകൊണ്ടുണ്ടായതാണെന്ന് റിയാസ് വിചാരിക്കുന്നത്? അതിൽ അവർക്ക് അവർക്ക് എന്തെങ്കിലും ഇതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ടായിരിക്കാം, അതൊന്ന്. പിന്നെ ഇപ്പം നമ്മൾ കണ്ടില്ലേ ഈ മുൻനിര ചാനലുകൾ അവർ തന്നെ പറയുന്നു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇദ്ദേഹം 100 കോടി മുടക്കിയെന്ന് ഒരു ചാനൽ പറയുന്നു. അവർ ആരോപണം ഉന്നയിച്ച ആ ചാനലിനെതിരെ അവരുടെ വാട്സപ്പിൽ കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയെന്ന് പറയുന്നു. അപ്പോൾ ഇതേ ചാനലുകൾക്കാണോ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ കള്ളത്തെളിവുകൾ
തെളിവുകളും കള്ളസാക്ഷികളൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് പൊതുബോധത്തിൽ ഇങ്ങനെ വാർത്ത ഉണ്ടാക്കാൻ ഒരു പാടുമില്ല. അവർ തമ്മിൽ പരസ്പരം തന്നെ കള്ള തെളിവുകളും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി 100 കോടി കൊടുത്തെന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ തന്നെ ഈ ഒരു അഭിപ്രായ വ്യത്യാസം മാത്രമല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഈ ദിലീപ് കേസിൽ നിയമ നടപടി മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും പോകണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. കാരണം ആ മനുഷ്യൻ അനുഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് 25 വർഷമായിട്ട് പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഫാൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. ഇന്ന് വരെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് നമ്മളെ പുള്ളി പോകാൻ അതിനുള്ള ഒരു സംസാരത്തിൽ പോലും ഉണ്ടായിട്ടില്ല. കാരണം മറ്റൊരു നടൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ പോയി കൂവാനും അല്ലെങ്കിൽ ആ സിനിമയെ മോശമായിട്ട് പറയാനും അങ്ങനെ ഒരു തവണ പോലും നമ്മളോട് സംസാരിക്കാത്ത ഒരു വ്യക്തിയെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഏതൊക്കെ തരത്തില്ല മറ്റു നടന്മാരുടെ സിനിമയ്ക്ക് ആളെ വിട്ട് കൂവുന്നു, മറ്റ് നടന്മാർ അങ്ങനെയൊക്കെ ഇല്ലാത്ത ആരോപണങ്ങൾ ഇതെല്ലാം നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് 100% തെറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് ഉത്തമ വിശ്വാസമുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ആദ്യ കാലഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത സെബാസ്റ്റ്യൻ പോൾ, ശ്രീനിവാസൻ ഇവരെല്ലാം അങ്ങ് വളഞ്ഞിട്ട് മാധ്യമങ്ങൾ ആക്രമിക്കുന്നത് എന്ത് ഇതാണ്. ഒരു സംഭവം നടക്കുമ്പോൾ 2 വശമുണ്ട് അല്ലേ. ഒരു മറ്റു വശത്ത് നിൽക്കുന്നത് പോലെ തന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ നമ്മൾ നിന്ന എന്താ പ്രശ്നം, അതിന് അറ്റാക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഉടനെ ചോദിക്കും നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലേ. ഇതേ ചോദ്യം എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ അച്ഛനും ഇല്ലേ, അനിയനില്ലേ, മകനില്ലേ, ഭർത്താവില്ലേ. അപ്പോൾ ഇവർക്ക് ഇതേപോലെ ഒരു കള്ളക്കേസ് വന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? അപ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങൾ പറയുന്നതും ഈ പൊതുബോധം ഉണ്ടാക്കുന്ന ഈ കുറേ ആൾക്കാർ വന്നിട്ട് ഇവർ കുറ്റവാളിയാണെന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിച്ച് കോടതിയിൽ പോവാതെ കോടതിയുടെ ആവശ്യമില്ലല്ലോ. അതെ, തീർച്ചയായും. ഇതിനകത്ത് അമ്മയില്ലേ പെങ്ങളില്ലേ എന്നൊന്നും ചോദിക്കുന്നതിന് വലിയ അർത്ഥമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഡ്രോൺ വരെ ഇപ്പോൾ പിന്നെ ദിലീപിൻ്റെ. കാരണം ദിലീപിൻ്റെ വീട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപിൻ്റെ അമ്മയും പ്രായപൂർത്തിയാകാത്ത മകള് ഭാര്യ അടക്കം ഒരു 5-6 സ്ത്രീകളുള്ള വീടാണ്. അവിടെ ആകെ പ്രതിയാക്കപ്പെട്ട ഒരാളേ ഉള്ളൂ, ദിലീപ്. അപ്പോൾ ദിലീപിനെ പ്രതിയാക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അയാളുടെ സ്വകാര്യതകളെ, ആ വീട്ടിലെ സ്ത്രീകളുടെ സ്വകാര്യതകളെ ലംഘിക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഇപ്പം എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ പൈസ വാങ്ങിച്ചിട്ടാണോ വാർത്ത ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും അന്വേഷണം നടത്താവുന്നതാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് പോലും ഒരു ചായ പോലും വാങ്ങിച്ചു കുടിക്കാത്ത ഒരാളാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വല്ലവരിൽ നിന്നും പൈസ വാങ്ങിയതെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഞാനിത് നിയമപരമായി ഈ വിഷയത്തിൽ ആദ്യം മുതൽ ഇത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എല്ലാ കേസുകളും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ പറയുന്നത് തെറ്റരുത് എന്നൊരു ശാഠ്യമുള്ള ഒരാളാണ്. ഞാനൊരു വിഡ്ഢിത്തരം പറയരുത് എന്ന് ശാഠ്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും കൃത്യമായി ഞാൻ ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടറായി തുടങ്ങിയ ആളാണ്. ആദ്യം പത്രത്തിലായിരുന്നു, അതിന് ശേഷം മുൻനിര ചാനലുകളിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ എഴുതുന്ന ഒരു വാക്ക് പോലും, ഒരു അക്ഷരത്തെറ്റ് പോലും ഉണ്ടാകരുതെന്ന് ശഠിക്കുന്ന ഒരാളാണ്. എപ്പോഴെങ്കിലും കണ്ണ് കാണാതൊക്കെ ടൈപ്പ് ചെയ്യുന്ന അക്ഷരത്തെറ്റൊക്കെ ഉണ്ടാവും, എന്നാൽ പോലും അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഫോളോ ചെയ്തത്, ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചത്. എനിക്ക് ഈ കേസിൻ്റെ തുടക്കം മുതൽ മനസ്സിലായത് ഇതിൽ ദിലീപിനെ പ്രതി ചേർക്കാനുള്ള ഒരു തെളിവുകളും ഇല്ലാതെ പ്രതി ചേർക്കപ്പെട്ടതാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ദിലീപിൻ്റെ ആരാധിക പോലും അല്ലായിരുന്നു ഞാൻ. ഞാൻ ദിലീപിൻ്റെ സിനിമകൾ കാണാറുള്ള ഒരാളാണ്. ഞാൻ സിനിമയെക്കുറിച്ച് കുറച്ച് ഗൗരവമായി സിനിമ കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തമാശ പടങ്ങൾ കാണുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ സിനിമ എനിക്ക് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ തിളക്കം മാത്രമാണ്. ബാക്കി ഒരു സിനിമകളും ഞാൻ അങ്ങനെ കാണുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസ് പഠിച്ചതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ വളരെ കൃത്യമായ ഗൂഢാലോചന, വളരെ കൃത്യമായി തന്നെ സിനിമാ രംഗത്ത്, അതായത് സിനിമയിലെ രംഗത്ത് നടന്മാർ മാത്രമല്ല എല്ലാ ആൾക്കാരും, അതായത് നിർമ്മാണ കമ്പനിയുള്ളവർ, അങ്ങനെ ഓരോ ഘട്ടത്തിലും പുതിയ നിർമ്മാണ കമ്പനികൾ അതിന് ശേഷം ഉണ്ടാകുന്നു. സിനിമാ രംഗത്ത് വലിയ മാറ്റം വരുന്നു. ചില പ്രത്യേക തരത്തിലുള്ള സിനിമകൾ, ദിലീപിൻ്റെ സിനിമകൾ പരാജയപ്പെട്ട, കുടുംബ സിനിമകൾ പരാജയപ്പെട്ടതിന് ശേഷം ചില പ്രത്യേക തരത്തിലുള്ള സിനിമകൾ വരുന്നു. ഈ കഞ്ചാവിനെയും മറ്റ് MDMA പോലുള്ള സാധനങ്ങളെയൊക്കെ പ്രകീർത്തിക്കുന്ന സിനിമകൾ വരുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും ദിലീപിനെ തീർക്കണം എന്ന സിനിമാ രംഗത്തുള്ള, എനിക്ക് തോന്നുന്നു പരമ്പരാഗത സിനിമക്കാർ ഒഴിച്ച് ന്യൂജൻ ആയിട്ടുള്ള സിനിമയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരേ താല്പര്യമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? അല്ല, അത് ഈ പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞില്ലേ പുള്ളിയുടെ വളർച്ചയിലും പുള്ളി നേടിയെടുത്ത ഒരു സ്ത്രീജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഫാമിലിക്കിടയിൽ പുള്ളിക്കുള്ള ഒരു സ്വാധീനമുണ്ട്. അത് തകർക്കുക എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ വിഷയം അവർക്ക് മുന്നിലേക്ക് ഇട്ടാലേ ഈ സ്ത്രീകൾ മാറുകയുള്ളൂ എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അങ്ങനെ അല്ല എന്ന് ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുന്ന സമയത്താണ്, ജയിലിൽ കിടക്കുന്ന സമയത്താണ് രാമലീല എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ റിലീസാകുന്നത്. അപ്പോൾ ശരിക്കും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളായാലും മറ്റ് ആൾക്കാരായാലും നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പോയി സമരം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ പിക്കറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസാകുമ്പോൾ ആ തിയേറ്ററിൽ സിനിമ കാണുക എന്നുള്ളതാണ്. എല്ലാ ചാനലുകളും തലേ ദിവസം തുറന്നു വെച്ച് ദിലീപ് സിനിമകൾ കളിക്കുന്ന തിയേറ്റർ കത്തിക്കണം, അവിടെ
കലാപം ഉണ്ടാക്കണം എന്ന് ആഹ്വാനം ചെയ്ത് ഇവിടുത്തെ മാധ്യമങ്ങളും സർക്കാരും പോലീസും എല്ലാം ഒരു മനുഷ്യനെ അത്രയും അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും ലക്ഷോപലക്ഷം ജനങ്ങൾ ആദ്യ ഷോ മുതൽ ആ സിനിമയ്ക്ക് വന്നത് അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഇമേജ് നഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് പൊതുസമൂഹത്തിന് അറിയാം അദ്ദേഹം എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് എങ്ങനെ മീഡിയ അതൊരു ഫ്രെയിം സെറ്റ് ചെയ്ത് അദ്ദേഹത്തിന് മോശക്കാരനാക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും അങ്ങനെ ഒരു ഇതിലേക്ക് പോകില്ല എന്നുള്ളത്. വീണ്ടും വരുന്നുണ്ട്, അടുത്ത സിനിമ ഇറങ്ങാൻ പോകുന്നു, സിനിമ കാണരുന്ന സോക്കോൾഡ് ഫെമിനിസ്റ്റുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ സ്ത്രീകൾ പറഞ്ഞു എന്ന് പറഞ്ഞ സിനിമ കാണാതിരിക്കില്ല. ഇപ്പൊ ഈ പറഞ്ഞ അതിജീവിത സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, അതിജീവിതയെ സപ്പോർട്ട് ചെയ്ത ആർട്ടിസ്റ്റിന്റെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയ്ക്ക് ഷോ നടക്കാത്ത സിനിമകളായി ഇതല്ല. അപ്പൊ നിങ്ങൾ ഈ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിജീവിത അഭിനയിച്ച സിനിമയുണ്ട്, അതിജീവിതയെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഈ പറയുന്നവരെല്ലാം അവരുടെ സിനിമ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കുറച്ച് അതിന് കയറ്റു. ദിലീപിന്റെ സിനിമ കാണണോ കാണണ്ടേ എന്നുള്ളത് ഇവിടുത്തെ പ്രേക്ഷകർക്കറിയാം. പിന്നെ പറയുന്നു ഈ കേരള പൊതുസമൂഹം മൊത്തം ദിലീപിനെതിരെ. അതെങ്ങനെയാണ് കേരള പൊതുസമൂഹത്തിന്റെ മൊത്തം അട്ടിപ്പേർ അവകാശം ഏതെങ്കിലും ചാനൽ മേധാവിയുടെ കയ്യിലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ റിപ്പോർട്ടറിന്റെ കയ്യിലാണോ, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ കയ്യിലാണോ, അല്ലെങ്കിൽ പോലീസിന്റെ കയ്യിലാണോ? അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ലോകത്ത് ഒരു സ്ഥലത്തും കാണാത്ത രീതിയിൽ ഒരു ചാനൽ ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു കയറി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഡ്രോൺ ക്യാമറ എടുത്ത് അവിടെ ഉള്ള എല്ലാ വിഷ്വലും കളക്ട് ചെയ്യാൻ വേണ്ടി ഇത് ചോദിക്കാൻ ഇവിടുത്തെ സർക്കാരിന് എന്തെങ്കിലും ഇത് വേണ്ട? ഒരാളുടെ സ്വകാര്യതയിലേക്ക്, അത് ഏറ്റവും വലിയ വിഷയമാണ്. ഇവിടുത്തെ പോലീസ് അതിനെതിരെ ഒരു കേസെടുത്തിട്ടുണ്ടോ? അപ്പോൾ ദിലീപിനെതിരെ ഇവിടെ എന്ത് അക്രമവും കാണിക്കാം. ഇവിടെ ആഭ്യന്തര വകുപ്പ് ഒരു കാര്യം ചോദിക്കില്ല, ചാനലിന് അത് പ്രശ്നമില്ല. അപ്പോൾ അത്രയും അത് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു മനുഷ്യൻ, നമ്മളിവിടുത്തെ പൗരനാണ്, ഇവിടെ എല്ലാ അവകാശത്തോടും ജീവിക്കുന്ന ഒരു പൗരനാണ് ദിലീപ്. ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് സ്വകാര്യതയിലേക്ക് ഒരു ക്യാമറ കയറിയ ഈ നേരത്തെ പറഞ്ഞ സ്ത്രീകളുള്ളതാണ്. അവിടെ എന്താണ് നടക്കുന്നതെന്ന്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും അവരുടെ പ്രൈവറ്റ് ഇതായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവർ ഈ ഡ്രോൺ ക്യാമറ അതിനെതിരെ ഒരു കേസെടുക്കേണ്ടത്. ദിലീപിനെതിരെ നിങ്ങൾ എന്ത് ചിലപ്പോൾ സർക്കാർ തന്നെ നിങ്ങൾ ദിലീപിനെതിരെ എന്തുകൊണ്ടാണ് പറഞ്ഞത്? നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇതുണ്ടാവില്ല. എന്ത് ക്രിമിനൽ പ്രവർത്തനം വേണമെങ്കിലും ദിലീപിനെതിരെ. ഇവിടെ പറയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഒരു ആങ്കർ ചോദിക്കുന്ന കേട്ടു, ഈ അതിജീവതയുടെ അഭിഭാഷകയടക്കം ദിലീപ് പൈസ കൊടുത്ത് PR ഏജൻസികളെ ഇറക്കി അവരെ പലതരത്തിലും സൈബർ അറ്റാക്കിന് വിധേയമാക്കുന്നു. അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് നടത്തേണ്ട ആവശ്യം ദിലീപിനുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു അറ്റാക്ക് നടത്താനുള്ള സാധ്യത ദിലീപിനുണ്ടോ? അങ്ങനെയല്ല. നമ്മൾ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് പൈസ കൊടുത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു സെക്കൻഡ് പോലും ജയിലിൽ കിടക്കില്ലായിരുന്നു, അല്ലേ? നമ്മൾ പൈസ കൊടുത്ത് ഏതെങ്കിലും ഒരു ചാനൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങൾ സംസാരിച്ചിട്ടില്ല. ഭാരത് ലൈവ് പോലെ വളരെ സത്യസന്ധമായിട്ട്, മാധ്യമം എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷതയാണ്. അതായത് എവിടെയാണ് സത്യം അത് ഇഴകി പരിശോധിച്ച് നിങ്ങളെപ്പോലുള്ള 1-2 ചുരുക്കം മാധ്യമങ്ങൾ ഒഴിച്ച് ഒരു മാധ്യമങ്ങളും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ പൈസ വാങ്ങിയിട്ടാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ അറ്റാക്ക് ചെയ്യുന്ന എല്ലാ മാധ്യമങ്ങൾക്കും പൈസ കൊടുത്ത് അദ്ദേഹത്തിന് അതെല്ലാം സെറ്റ് ചെയ്തുകൂടെ? എനിക്ക് 100% ഉറപ്പാണ്. അതായത് ആദ്യമായിട്ട് ഈ കേസിൽ നുണ പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ ഏക പ്രതിയായിരുന്ന സമയത്ത് പ്രതിയാണ് ദിലീപേട്ടൻ. CBI അന്വേഷണം ആവശ്യപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ അപ്പോൾ എന്തും തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു ആളിനെ ഇത്രയും അറ്റാക്ക് ചെയ്യണമെങ്കിൽ ആ മനുഷ്യനിൽ ഒരു കള്ളത്തരവും ഇല്ല എന്നുള്ളത് തന്നെയാണ് പൊതുബോധത്തിന് ബോധ്യമായിട്ടുള്ള കാര്യം. ഈ രണ്ടാമത് ബാലചന്ദ്രകുമാർ അതിലേക്ക് വരുന്നുണ്ട്. ഈ ബാലചന്ദ്രകുമാർ വന്ന സമയത്ത് അതും ഒരു വ്യക്തിവൈരാഗ്യത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ദിലീപിന്റെ കൂടെ നടന്ന ഒരാളാണ്. പക്ഷേ എവിടുന്നൊക്കെയോ കൊണ്ടുവന്ന ചില ഓഡിയോ ക്ലിപ്പുകൾ അവിടെ ഇവിടെയൊക്കെ വെട്ടിയൊട്ടിച്ച് കൊണ്ടുവന്ന് അതിന്റെ ഒറിജിനൽ ഡിവൈസ് പോലും കോടതിയിൽ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ ഒരു ഒറിജിനലിന്റെയും ഡിവൈസ് അവിടെ, അതായത് ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളുടെ ഒറിജിനലോ ഇതുവരെ ആ ഫോൺ കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒറിജിനൽ ഡിവൈസുകളൊന്നും അവിടെ തന്നെ ഇല്ല. അതുതന്നെ ഈ കേസിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒറിജിനൽ ഡിവൈസ് കിട്ടാത്തടത്തോളം കാലം, പ്രത്യേകിച്ച് ഈ ബാലേന്ദ്രകുമാറിന്റെ ഓഡിയോയുടെ ഒറിജിനൽ കിട്ടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് ബാലേന്ദ്രകുമാർ പറഞ്ഞത്. അതൊക്കെ യഥാർത്ഥത്തിൽ ഈ പോലീസ് ഉണ്ടാക്കിയ ഒരു തിരക്കഥയുടെ, പോലീസോ അല്ലെങ്കിൽ ഇവരുണ്ടാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണെന്ന് തോന്നുന്നുണ്ട്. 100%. അതായത് ശരിക്കും 217 വ്യക്തമായ തെളിവും 400ഓളം സാക്ഷികളുണ്ടെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത ഒരു മനുഷ്യനെ അതിന്റെ വിചാരണ കഴിഞ്ഞ് അവസാന ഘട്ടത്തിലേക്ക് ബൈജു പൗലോസിനെ നടത്തുന്ന സമയത്ത്
സമയത്താണ് ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉണ്ടയില്ല വെടി പൊട്ടിച്ചുകൊണ്ടുള്ള കുറേ തെളിവുകളുണ്ടെന്ന് പറഞ്ഞു വരുന്നത്. നമ്മൾ ശരിക്കും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ വെച്ച് ഇതുപോലൊരു കേസിൽ 6 മാസത്തിനകത്ത് വിധി പറഞ്ഞ് ഇരയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആ ഇരയ്ക്ക് നീതി കിട്ടാൻ 17 വ്യക്തമായ തെളിവുണ്ട്, 400ഓളം സാക്ഷികളുണ്ടെന്ന് പ്രോസിക്യൂഷനും പോലീസും അവകാശപ്പെട്ട കേസിൽ ആ ഇരയ്ക്ക് നീതി കൊടുക്കാതെ ഇത് നീട്ടിക്കൊണ്ടു പോകുക. അതായത് ശരിക്കും ദിലീപിനെ കുറുക്കുക. അവർക്കറിയാം ഇതിൽ ദിലീപ് കുറ്റക്കാരനല്ല. അപ്പോൾ ദിലീപിനെ കണക്ട് ചെയ്യാൻ എവിടെന്നെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ, ഒരു മുട്ടുസൂചിയിൽ ഒരു തെളിവ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അപ്പം ഇരയ്ക്ക് നീതി കിട്ടുക എന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യം. അങ്ങനെയാണ് ബാലചന്ദ്രകുമാറിന്റെ പിറകെ പോയത്. അതിന്റെ പിറകെയും പോയി ഒരു 3-4 വർഷം ഇരയ്ക്ക് നീതി കിട്ടാതെ ഇവർ തന്നെ സ്വയം പ്രോസിക്യൂഷനും പോലീസും അത് നീട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അതും കൊണ്ടുവന്ന് ദിലീപിന്റെ തലയിലാണ് ഇടുന്നത്. ഈ കേസിൽ കോടതികളെയും ദിലീപിനെയുമാണ് ഈ കേസിന്റെ വിചാരണ നീണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നത്. അതിലൊരു ശരിയില്ല, നാട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിരവധി ഹർജികൾ രണ്ടുപേരും പോകുമല്ലോ. പിന്നെ അഭിഭാഷകയെ വേണമെന്ന് പറഞ്ഞും അഭിഭാഷകയെ മാറ്റണമെന്ന് പറഞ്ഞും വനിതാ ജഡ്ജിയെ വേണമെന്നും ജഡ്ജിയെ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വനിതാ ജഡ്ജിയെ മാറ്റണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 പ്രാവശ്യം എനിക്ക് തോന്നുന്നു അതിജീവിത തന്നെ പോയി. സ്വാഭാവികമായി പ്രതിയും പോകും, വാദിയും പോകും. അങ്ങനെ പോയതാണ് ഈ കേസിന് കാലതാമസം ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.